ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ തന്നെ എല്ലാത്തിനും പറയുന്നതെന്നല്ല എന്താ വെറൈറ്റി കുറിച്ച് ഇന്നെന്തായാലും നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഇടാനാണ് പോകുന്നത്. ഗൈസ് റൂമായിട്ട് പറയുന്നത് നമ്മളെ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേസ് അപ്പുറത്ത് നമുക്ക് ഇടാം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കാൻ കഴിയുമോ നോക്കട്ടെ. ഇന്ന് കുറേ സോളോ ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും നേരെ ഞാൻ പോയി സിസ്റ്റം ഇടാൻ പോകുമ്പോൾ എന്തായാലും അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ 29 കാര്യങ്ങളുണ്ട്. ലൈക്ക് കുറവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇത് ലൈവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അത് പറയാൻ പാസ്വേഡ് 1 ഞാൻ പിന്നെന്താണ് ഞാൻ വേറെ റൂമും കാര്യങ്ങളും റൂമിന് അൺടാപ്പോളിയും കസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് റൂം ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് 1 ഇട്ടിട്ട് ശേഷം റൗണ്ട് എന്തായാലും 13. പിന്നെ കോയിൻ എന്ന് പറയുമ്പോൾ എന്തായാലും മാക്സിമം കോയിൻ തന്നെ വെക്കാം. പിന്നെ അൺലിമിറ്റഡ് എന്തായാലും പിന്നെ ഡേ വേണ്ട. പിന്നെയാണെങ്കിൽ തന്നെ എൻ്റെ സ്പെക്റ്റഡ് വേണ്ടത് സ്വിച്ച് പൊസിഷൻ പറഞ്ഞിട്ട് ബ്ലോക്ക് എലിമിനേറ്റ്സ് നോക്കിക്കൊണ്ട് പിന്നെ സീനില്ല. പിന്നെ ആണെങ്കിൽ ഇതാണ് ഗണ്ണും കാര്യങ്ങളും വൺ ടാപ്പുള്ളി ഗൺസ് നമുക്ക് എന്തൊക്കെ വെക്കാമെന്ന് വെച്ചാൽ USB വെക്കാം, മിനി UCG വെക്കാം. ഡെസേർട്ട് നോട്ടെ ഇത് മുമ്പ് ഡെസേർട്ട് നോട്ടെ. പിന്നെ ഫേമാസൊക്കെ ഒഴിവാക്കി കളയാം. എല്ലാത്തിനും നമുക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഞാൻ 94 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ M4 ആണ് ഒഴിവാക്കിയിട്ടുണ്ട്. P90 ഒഴിവാക്കിയിട്ടുണ്ട്. കിൻഫിഷർ ഒഴിവാക്കിയിട്ടുണ്ട്. MP5 ഒഴിവാക്കിയിട്ടുണ്ട്. മാക്ടൺ വെക്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. സ്പാഷ് എന്തൊന്നും ഗണ്ണ് ഒഴിവാക്കി. M10 ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നുള്ളത് ഡെസൈഡ് ഉള്ളി വേണ്ട ബ്ലാക്ക് സമയത്ത് ഒഴിവാക്കി. പിന്നെ M1 നിന്നോട്ടെ. AC80 ആണ് വേണ്ട. MP40 വേണ്ട. പിന്നെ AW വേണ്ട. അത് എങ്ങോട്ട് പിന്നെ ഗുവാള് നിന്നോട്ടെ. പിന്നുള്ള വെസ്റ്റാണ്. വെസ്റ്റ് 4 നിന്നോട്ടെ. പിന്നെ വെസ്റ്റ് 4 നിന്നോട്ടെ. പിന്നെ ഹെൽമെറ്റ് 4 വേണ്ട. ഹെൽമെറ്റ് 2 വെസ്റ്റ് ഇത് ഹെൽമെറ്റ് 2 ആണ് നിന്നോട്ടെ. പിന്നെ ആണെങ്കിൽ ഇതാണ് ഗൈസ്. എന്നാലും ലൈവ് വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക ഗൈസ്. എന്തായാലും നമ്മൾ പിന്നെ 15 തന്നെ വെച്ചിട്ടുണ്ട്. വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാലും ഞാൻ എന്തായാലും ഇൻസ്റ്റാസ് വീഡിയോ ഇടാൻ കഴിയും നോക്കാം. ഡെയിലി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ റൂംസൊക്കെ ഒക്കെ നിന്നോട്ടെ. എലിമിനേറ്റ് നിന്നോട്ടെ. നമ്മുടെ റൂം ഇപ്പോൾ ടൈമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടില്ല. 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 32 സെക്കൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് സീൻ്റെയും കാര്യങ്ങളും ഫ്രണ്ട് കാര്യങ്ങളും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് റൂം കയറ്റാം. ഞാൻ ഇപ്പോൾ തിരക്കാലും റിജക്റ്റ് ചെയ്യണ്ട. ഞാൻ എന്താ റിജക്റ്റ് ചെയ്യലില്ല അധികം. ഞാൻ ക്രോസും കാര്യങ്ങളൊക്കെ ഒരിക്കൽ വിജയിക്കുന്ന നമുക്കറിയാം. ഇതിൽ ഒരു 19 സെക്കൻഡ് റൂമിലാണ് വിളിക്കാം. എന്നിട്ട് നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ പ്ലേസ് ആയാലും നമ്മൾ കുറച്ച് നമുക്ക് എന്തായാലും നമ്മളത് വേണ്ട കഴിച്ചു. എന്താ വെച്ചാൽ നോർമൽ പ്ലേസിന് വിളിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾ അപ്പുറത്ത് വിളിക്കാം കഴിച്ചു. എന്തായാലും ഞാൻ നേരെ സ്റ്റാർട്ടാക്കാം കേട്ടോ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലൊക്കെ ഓൺലൈൻ ഉണ്ടോ നോക്കട്ടെ. അതായത് റാൻഡം പ്ലേസിനും കാര്യങ്ങളൊക്കെ വിളിക്കട്ടെ. കോഡ് 1 മാറ്റിയിട്ടുണ്ട്. നമ്മളെന്തായാലും DLH വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ നമ്മൾ വാർ റോഡൊന്നുമില്ല അവൻ്റെ ഇതല്ല കേട്ടോ. സിൻ്റെ ഒന്നും ഉണ്ടില്ല. ചെണ്ടിനെ വിളിച്ച് നോക്കട്ടെ. ഞങ്ങൾ ഇല്ല കേട്ടോ. കയറി വരാം. എല്ലാവരും കയറി ടൈപ്പ് ചെയ്തൊക്കെ അവൻ പോയി കഴിച്ചു. അവൻ പോയാ വേണ്ടി പോയാണ് അപ്പുറത്ത് ഇറങ്ങി ചേട്ടാ. ഞാൻ നിന്നോട്ടെ. ആക്സിഡൻറ്റ് ചെയ്യാം. ഡീമൺ കാര്യങ്ങളൊക്കെ വന്ന് വെറുതെ ഡീമണൊക്കെ അപ്പുറം പോകുന്നുണ്ട് കേട്ടോ. കളിക്കണം നിന്നോട്ടെ. ഇവിടെ നിന്ന് എന്തായാലും പാസ്സടിക്കട്ടെ. ഇവൻ നോക്കട്ടെ. ഇവനും നിന്നോട്ടെ. ഗ്രാൻഡ് മാത്രം വേണമെന്നില്ലല്ലോ. പിന്നെ ഇവനും നിന്നോട്ടെ. അത്യാവശ്യം കളിക്കുന്നവന്മാരെ കേട്ടോ. ഞാൻ അവൻ്റെ ടീമിൽ ഇവൻ വേണ്ട. നമുക്ക് ഇവനെ വായിച്ചിട്ട് അപ്പുറത്തോട്ട് ഇടാം. ഇവനെ ഉണ്ടാവണം. ഇവൻ അങ്ങനെ കളിക്കണം. വേറെ തോന്നുന്നു കേട്ടോ. അവനെ അപ്പുറത്ത് പോകാൻ പറയത്തില്ല. എന്തായാലും C ക്രോസ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കൊണ്ട് പോട്ടെ.
3 vs 3 ഇത് സ്റ്റാർട്ടാക്കാം. എന്തായാലും എൻ്റെ ടീമിൽ ഗ്രാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പുറത്ത് എന്തായാലും നല്ല ഗ്രാൻഡ് മാസ്റ്റർ പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫ്രണ്ട് ഉണ്ട് സ്ലൈലാൻഡ് എന്നടിക്കാൻ പേരൊക്കെ വെച്ചിട്ടുണ്ട്. മാഗും AUGയും ഡിസേർട്ടും ഇതുകൊണ്ട് പോയി. മാഗൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. പിന്നെ വൺ ടാപ്പ് കുത്തിപ്പിടിയാണ് കേട്ടോ. ഗണ്ണരി കണ്ടപ്പം നോക്കാം. പിന്നെ ഇതൊക്കെ പിന്നെ വാളെടുക്കാം. വാളെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ മൈലും അങ്ങനത്തെ ഒരു പ്ലെയർ ഞാൻ റഷ് അടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഞാൻ കളിയിലോട്ട് പോയി. ഇവിടെ ന്യൂസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അത് ഒട്ട മുന്നിലുണ്ട്. അതും സാമ്പായ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ട്രാക്ക് ചെയ്ത് പക്ഷേ തന്നെയാണ് ഹെഡ് കാര്യങ്ങളും കേൾക്കുന്നത്. ഓരോ മറ്റേ നമ്മൾ ഡീൻസ് വയസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടിപ്പെരുക്ക് അങ്ങനെ എൻ്റെ ഫ്രണ്ട് കാര്യങ്ങൾ ഡെത്തായിട്ടുണ്ട്. അടിപൊളി കയറുന്നുണ്ടല്ലോ. നമ്മളെ എന്താ പറയുമ്പോൾ ഡ്രോപ്പ് പോയി വെക്കാൻ മറന്നാലോ. അവൻ തന്നെ നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേടി വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണെങ്കിൽ നേരിട്ടത് അറിയാം. എന്തായാലും സൗണ്ട് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കല്ലോ. അടുത്ത വർഷം കണ്ട് കണ്ടോ ഞാൻ ഹെഡ് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റി എടുക്കും. നമുക്കിനി ഞാൻ നേരെ റഷ് അടിച്ച് കയറും. ടാങ്ക് അടിച്ചിട്ട് എനിക്ക് തിരിച്ച് നല്ല ഡാമേജ് അടിച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കാക്കി എടുത്തിട്ട് ആ സാമ്പ്രാണി ടീം അടിച്ചിട്ട് കേട്ടോ. വീഡിയോ എടുക്കണ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കായി. കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ ചെടികളും മാനേജ് ചെയ്യുന്നു. അതേ ഓക്കെ സായം തന്നെ എൻ്റെ കനമുണ്ട കൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂര്യ ഫ്രണ്ടാണെങ്കിൽ എന്തായാലും അവൻ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ലടോ. ശ്രദ്ധിച്ചില്ല. ഫ്രണ്ടാക്കണമെങ്കിൽ എല്ലാവരും നല്ല യുവേലി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. എന്തായാലും 8 റൗണ്ടിലാകുമ്പോൾ വെച്ച് 1-1 ആയിട്ടുള്ളൂ ഇത്രയും നേരമായിട്ട്. പിന്നെ ഞങ്ങളുടെ എന്തായാലും പ്ലെയർ കാര്യങ്ങളൊക്കെ ആ സാമ്പ്രാണി ഞങ്ങൾ അധികം വിട്ട് തോന്നിട്ടുണ്ട്. പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാക്കനാണ് പുറത്തോട്ട് വന്നത്. ഞങ്ങളുടെ ചാക്കനാ ഫണ്ടിലോ ഞാൻ 23 വയസ്സ്. ഇവനാണെങ്കിൽ
എന്തായാലും ഈ റൗണ്ട് എങ്ങനെ അമ്മ തന്നെ എടുക്കുന്നത് ചെറുക്കനാണ് അടിച്ചിട്ടെടുത്തില്ല. ഇട്ടോ കല്യാണി കഴിച്ച് നമ്മൾ വാങ്ങി ഓടിച്ചു അടിയിൽ മറിഞ്ഞ് ഉണ്ടാവരുത്. അതേപോലെ വണ്ടികൊണ്ട് കളിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളൊന്ന് കമൻറ്റ് അടിക്കാം. ഈ ടോപ്പ് കയറി കയറുന്നില്ല ചേച്ചി ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് അടിക്കാൻ എടുത്തിട്ടുണ്ട്. അവിടെ ക്യാമറ കളിക്കണ്ടാണ്. നമുക്ക് അതിനെ റഷ് അടിച്ചിട്ട് അടിച്ചിട്ടാ ആവുന്നാലും അടിക്കുള്ളൂ. പെട്ടെന്നാണ് പറയുന്നത് മാഗിനടി ആളെ ബ്രൂട്ട് കവറാക്കിട്ടാണ് കേട്ടോ. നമ്മൾ നോക്കി ആളെ തിരിച്ച് കൂട്ടില്ല. നമ്മൾ ചെറുക്കം തന്നെ അടിപ്പിടിച്ചില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും 3 നല്ല സ്കോറിലേക്ക് പോയിട്ടുണ്ട്. ഇനി എന്തായാലും ലൈവ് കാര്യങ്ങൾ ഇടാൻ കഴിയുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഇട്ടേക്ക്. പിന്നെ എന്തായാലും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക, എന്തായാലും ഷെയർ ചെയ്യുക. 1K ആണ് എൻ്റെ ഡ്രീം ഗൈസ്. അത് നടിപ്പിച്ച് തരിക, നടിപ്പിച്ച് തരിക. സൗണ്ട് ഉണ്ടാവും ഡേറ്റ് മൈൻഡ് ആക്കണം കേട്ടോ. അടുത്ത റൂമിൽ നിങ്ങൾക്ക് ആരെങ്കിലും കയറണം എന്നുണ്ടെങ്കിൽ ലൈവ് കാര്യങ്ങൾ ഇടാൻ കഴിയണം. ലൈവ് പോകാനാണെങ്കിൽ ചിലപ്പം കൊണ്ടുപോയി ചിലപ്പോൾ ബാനാണ്. ഞാൻ എന്താ ലൈവ് ഇടാം. അവരത്തിനാണെങ്കിൽ മുമ്പ് സെറ്റിംഗ് ഇതായിട്ടുണ്ട്. പെട്ടെന്നൊരു പെണ്ണ് അടി കാണാറായിട്ടുണ്ട്. സാധാരണ മുന്നിൽ നമ്മൾ കളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഹെഡ് ഷോട്ട് കയറുന്നില്ല. നേരെ പോയി ഞാൻ സാമ്പ്രാൻ്റെ അടുത്ത് റഷ് അടിച്ച് പക്ഷെ പാടാവുന്നില്ല. ഇതാണ് ഇങ്ങോട്ട് പോയതും സാമ്പ്രാൻ ബാക്കോട്ട് പോകുന്നില്ല കേട്ടോ. എന്നാൽ അവനെ അടിച്ചിട്ട് ഇങ്ങോട്ട് ഇടാം. എന്തായാലും ആ സാമ്പ്രാൻ കടി കിടക്കാൻ ചെയ്തിട്ട് പക്ഷേ ടീം 3 ഉള്ളതുകൊണ്ട് തന്നെ ആ രക്ഷപ്പെട്ടിരുന്നില്ല. പക്ഷെ അങ്ങനെ വിടുന്ന പാർട്ടിയില്ലല്ലോ. ഞാൻ ടീം 3 പോകാൻ ആലോചിക്കണമായിരുന്നടാ. നമ്മൾ ഗ്രനേഡ് വിളിച്ചറിഞ്ഞവരുണ്ട്. ഞാനടക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അടക്കണം എന്തായാലും ചത്തതുണ്ട് പിടിക്കാൻ. എന്തായാലും അവനെ കിട്ടിയത് വലുതായിരുന്നു. അവനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവനടക്കാമെന്ന് ചത്തോളും. ഞാൻ ലൈവ് കയറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ടോയ്സ്. സുഖത്തിൽ ഞാൻ കയറ്റി തരാം. എന്തായാലും പാസ്വേഡും ഐഡിയും തരുന്നതായിരിക്കും കേട്ടോ. ഒരു റൂമിൻ്റെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കയറാന്നുള്ളൂ. പിന്നെ മറ്റേ പ്ലെയർ ആണെങ്കിൽ ആ ഡ്രോപ്പ് ഞങ്ങൾ തൊടുമ്പോഴത്തേക്കും കട്ട് പോയിട്ടുണ്ടോ. മാഗും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ. ഇന്നലെ കേട്ടോ ഈ കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ജസ്റ്റ് വെച്ചുമ്പോൾ കുറച്ച് മാസം കാണിക്കുക ജസ്റ്റ് ഇപ്പോഴാണ് ഇവനെ ഡ്രോ കാണാൻ കിട്ടി. അവനെന്ത് തീർന്നില്ലാതിരുന്നടാ. അവനെ പെടുന്ന ഗ്രനേഡ് ഇടുന്നടാ. എൻ്റെ ഐഡിയ ഉണ്ട്. നേരെ അവനെ 3 ദിനം ഗോള് വെച്ചിട്ടുണ്ട്. പക്ഷേ ലോക്കാകുമ്പോൾ അവിടെ വിചാരിച്ച് അവിടെ അങ്ങനെ വെച്ച് നടക്കുന്നില്ല കേട്ടോ. ഗൈസ് അങ്ങനെ നോക്കിയില്ല. ഞാൻ ഈ ചെങ്ങ അങ്ങോട്ട് പോകും. അവനങ്ങോട്ട്
ഇതൊക്കെയാണ് സ്ഥിരം മനസ്സിലായപ്പോൾ ഞാൻ ആ ക്യാമറയാണെങ്കിൽ അതായിട്ട് ഇങ്ങോട്ടാണ് ദേഷ്യം ഉണ്ടാവും. എല്ലാം രണ്ടുപൂർ വരുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് കൂടെ ഇരുന്ന് തോന്നി ചേട്ടൻ നേടി എനിക്ക് ഞാൻ വിചാരിച്ചത് അത് നേടെടുത്തെറിയുന്നത് അതിനുള്ളിലേക്ക് തിന്നാണ് വാങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരും ഇത് രക്ഷപ്പെടുന്നത് എൻ്റെ ഉള്ളിൽ നേടില്ലാതെ നേരിട്ട് പോകുന്നുണ്ട്. മെസ്സേജ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഫിനിഷിടാൻ പറ്റില്ല. അങ്ങനെ പിറക്കിൽ കൂടെ പോയിട്ട് ഫുഡർ എടുക്കാൻ അങ്ങോട്ട് എടുക്കാൻ ചേച്ചി അങ്ങനെ ഫുള്ള് മായി കളഞ്ഞിട്ടാ ഞാൻ പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് ബാഗ് ചെയ്തു. ബട്ട് എനിക്കൊന്നും കയറിയില്ല കേട്ടോ. ഞാനൊരു മാഗും കൂടി ഉണ്ട്. ഞാൻ ഞാൻ ചാനൽ കയറി ഏട്ടൻ്റെ ഫ്രണ്ടിൽ എനിമി അങ്ങനെയൊക്കെ വന്നു. ഞാൻ ഞങ്ങൾക്ക് എടുത്ത് ഒന്ന് കറക്റ്റ് ഗൂഗിൾ കളഞ്ഞ് ഞാൻ ആ മറ്റേ റിവർ ആക്കുന്ന കൊടുക്കാൻ സ്ഥലം വണ്ടി കളഞ്ഞിട്ടാ. അപ്പോഴാണ് ഞാൻ അത്ര ആൾക്കാരുണ്ടോ ഞാൻ വെച്ച് കുത്തി പിടിക്കുന്ന ഫോൺ. അങ്ങനെ എൻ്റെ ഇതിലാണ് പട്ടി കിടന്ന് മരിക്കുന്നുണ്ട് പൈസ. അതുകൊണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ടായിട്ട് പറയും ഏതോ ഒരു തട്ടി പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നാണം കെട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്തായാലും നിറച്ച് ഫയർഫോക്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത്. ജസ്റ്റ് ഫയർഫോക്സും യൂട്യൂബ് ചാനലുമായിട്ട് ഞാനൊരു 1v1 വീഡിയോ അപ്ലോഡ് ചെയ്യാനായിരിക്കും. സൗണ്ട് വരുന്നല്ലേ ഇങ്ങനെ പേടിക്കണ്ട ഗൈസ്. അമ്മ സൗണ്ട് പറയേ വലിയ ഷോക്ക്. പിന്നെയാണ് ഇവിടെ കുറച്ച് കൺട്രോളൊന്നും അറിയില്ല. നോക്കിൽ ഫ്രണ്ടിലോട്ട് എനിക്ക് എനിക്കാദ്യം വണ്ടാൻ പറ്റും. നമ്മുടെ ഗ്രാമസിബിളെന്നാണ് നെറ്റ് ഉണ്ട് കേട്ടോ. ക്യാമറേനെ പറ്റി തീർക്കത്തില്ല. കളിനെ ഗ്രേഡിട്ട് പോകുന്നു കണ്ട് നേരെ ഉണ്ടോ വണ്ടിയെ എന്താക്കും ഞാൻ ആലോചിച്ച് എന്തായാലും നേരെ പോകുമ്പോൾ ക്യാമറത്തോടെ കിടക്കുന്നു. ഞാൻ ഡ്രാഗ് ചെയ്തിട്ടുണ്ട് റെഡി ഇഞ്ചിൻ കുടിച്ചിട്ട് ഞാൻ പിന്നെ ഡ്രാഗ് വെച്ചപ്പോൾ വണ്ടി നടത്തുന്ന തീരുമാനം അത് തന്നെ ആയിരുന്നു. എന്തെല്ലാം ഫുൾ ഹെഡ്സോട്ടും കാര്യങ്ങളായിരുന്നത്. എന്ത് വിധി ഇത് ഏട്ടനാണെങ്കിൽ മാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ 25 റെഡ് നമ്പേഴ്സ് കൊടുത്ത് ഫയർഫോക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അച്ഛനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത്തെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് 0 ആണ്. തുടങ്ങിയിട്ട് 6 മാസത്തിൻ്റെ മൂട്ടും കാര്യങ്ങളായിട്ടുണ്ട്. എന്തായാലും അന്ന വയസ്സില്ല തോളൊന്ന് കൂട്ടി കേട്ടോ. തോളൊന്ന് കൂട്ടിട്ട് ആരാധ്യ എന്തായാലും ഗൈസ് നാളെ എന്തായാലും പറഞ്ഞടുത്ത് കള്ളടിക്കാൻ പറ്റും. ഒന്ന് ഇറങ്ങി പോവുമോ? പ്ലീസ് കമൻറ്റ് ബോക്സിൽ അതാണ് ടൈപ്പ് ചെയ്തിടുക. ആറാദ്യം എന്തായാലും എനിക്ക് തോന്നാൻ കുട്ടി ഞാൻ നേരെ പെടക്കോ അല്ലടാ ആരാധ്യം പെടക്കോയിൻ്റെ എനിക്ക് ഗൈസ് ഒരു നായത്തെ ചെപ്പയാണെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കാൻ കിട്ടും. ഗൈസ് ഒരു ഫ്രീ ഫയർ കളിക്കാനൊന്നും അറിയില്ല. മൂവാണ് പക്ഷെ ആ തല പൊട്ടിയെന്ന് പറയുന്ന വെറുതെ പറയുന്നത് കളി ഓനാണ്. ഞാൻ ബാക്ക് അടിച്ചുകൊണ്ടാണ് എനിക്ക് വേറെ എന്തോ ഇതാക്കാണ്ടതുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ചാണ്. അതിന് വലിയ മെയിൻ ആവുകയാണ്. തൊള്ളന്ന് കൂട്ട് പൈസ എന്തായാലും എൻ്റെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 0 തോക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ പഴയാണെങ്കിൽ തന്നെ ഇടം വിളിച്ച് തല പൊട്ടുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ലാസ്യോ
അല്ലേ അല്ലേ പൊട്ടറുണ്ട് കളിക്കാനൊന്നും അറിയില്ല കളക്കി റൂട്ട് അങ്ങനെ അറിയില്ല വലിയ മെയിനാവുന്നുള്ളൂ ഇത് ഇതേ റഷ് അടിക്കുന്നൊരു നോക്കുമ്പോൾ ഇതേ സാമ്രായി പിന്നെ ഉണ്ടായത് സാമ്രായി ഞാനുണ്ടായത് ഇനി ഞാൻ നോക്കുന്നത് അവൻ ഇവിടെ എൻ്റെ മാപ്പ് പ്രിപ്പറേഷൻ ഇല്ല അതെ സ്വാരിയ ഒന്ന് വാടാ അവിടെ കൊപ്പോ ഞാനീ ഇവിടെ കിടന്ന് ഷോപ്പ് ഇറക്കുന്നുണ്ട് അത് നിങ്ങൾ വലിയ ഷോ ആണ് കുറെ പേരുകൾക്ക് ഉണ്ടാക്കാൻ കമന്റ് പിൻ ചെയ്യാം ഇപ്പം എന്തായാലും കേസ് ലാസ്റ്റ് റൗണ്ടാണിത് കഴിഞ്ഞത് ഫണ്ണി കളിച്ചാണ് കേസ് റോങ് ആയിപ്പോയി അപ്പം നമുക്ക് ഫണ്ണി കളിക്കാം ഉണ്ട് കുറേടാ എന്നാലും വേഗം മകളെ കളി തീർത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊപ്പ കൂടെ കിടക്കുന്ന ഷോപ്പ് ഇറക്കും സാമറ റിവെഞ്ച് എടുക്കുമോ എനിക്കറിയാം എടുക്കാൻ ചാൻസ് ഉണ്ട് പെട്ടെന്നാണ് എൻ്റെ ടീമിൻ്റെ നെറ്റ് പോയാണ് അടിച്ചിട്ടത് നോക്കില്ല അവൻ്റെ ടീമിനുള്ളതിനെ അടിച്ചിടാൻ തുടങ്ങി പിന്നെ നേടി എറിയുന്ന ഭ്രാന്തായിട്ട് ഇതിന് നോക്കി അവന് തിരിച്ച് നേടി എറിയാൻ കഴിയും ഓക്കെ പക്ഷെ എനിക്ക് നേടിയൊക്കെ നല്ല പേടിയല്ല എനിക്കൊന്ന് ചെറുക്കൻ നേടി എറിയുന്നതാ അറിഞ്ഞില്ല അതായത് ഭയങ്കര ഇതായി പോയിട്ട് വരുന്നത് വീഡിയോ അവന് രൂപ ആക്കി കഴിഞ്ഞു നമ്മളിവിടെ കിടന്ന് വട്ടം നിൽക്കുകയാണ് ആ ശ്രദ്ധിച്ച് അവൻ നോക്കിയ സ്ക്രീനെ ക്യാരക്ടർ പോയത് അവൻ നേടിത്തരാൻ നോക്കുന്നു അഴകെ അവൻ അടിച്ചിട്ട് ഊറ്റി ഇവിടെ ഉള്ളിൽ കിടത്തി പിന്നെ എണീച്ചേക്കണേ സാമിച്ചിട്ട് അടിച്ചാണ് പീസി ഇനി അവൻ നേടിക്കാൻ അവനെ ഞങ്ങൾക്ക് എടുക്കാൻ പോവുമായിരുന്നു പറയുന്നു ഭയങ്കര നേടി തൊച്ച വരുന്നുണ്ട് കേട്ടോ അവൻ ഈ സൈഡിൽ കൂടെ പോയിട്ട് അവനെ താര കളസ് അങ്ങതിയിലൊക്കെ എത്തിക്കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോയത് ഇതേ നിൽക്കണം അവിടെ ബാക്കിൽ നല്ല ഹെഡ് റേറ്റ്സും കയറിയെങ്കിൽ നല്ല ഹെഡ് റേറ്റ്സും കയറി എന്തായാലും മുന്നോട്ട് പോയിട്ടുള്ളൂ എന്തായാലും ഫിനിഷ് ചെയ്യാൻ പറ്റിയ മാഗ് എടുക്കാം മാഗും കാര്യങ്ങളും വെച്ച് വേഗം എന്തായാലും കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് കളഞ്ഞേക്കാം എന്താ ചെറുക്കന്മാരെ വെച്ചിട്ട് മീനെ കളിക്കുന്നത് കേസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എന്തായാലും തീർത്തെടുത്തേക്കാം അല്ലെങ്കിൽ ഞാൻ തീർക്കും അല്ലെങ്കിൽ എന്തായാലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തെന്ന് എനിക്ക് പേടിയില്ല എന്തായാലും എന്തായാലും ടൈറ്റിലും കാര്യം എന്തായാലും എഴുതിയിട്ടുണ്ടാവും എന്താ നിങ്ങൾ ഈ ടൈറ്റിലും കാര്യങ്ങൾ വായിച്ചിട്ടായിരിക്കില്ല എന്തായാലും വന്നിട്ടുണ്ടാവും സാമ്പ്രാൻ ആ ഗ്രനേഡ് എടുത്തറിയാൻ നോക്കുന്നുണ്ട് സാമ്പ്രാൻ ആദ്യം തന്നെ ആ ഡിബീറ്റാക്കി അവർ വിചാരിച്ചില്ല അങ്ങനെ തന്നെ എന്തായാലും കാര്യങ്ങൾ ഫിനിഷും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും വീഡിയോ തന്നെ വീഡിയോ ചാൻസ് നന്ദു സൈനിങ് ഓഫ് ഗൈസ്.